ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയും വളരെ ദാസജനം ഉണ്ടായിരുന്നു. ഇയ്യോബ് ഒരു ഭക്തനായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നു, അവനെ പോലെ വേറെ ആരും ഈ ഭൂമിയിലില്ല. അവന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൻ ദൈവഭക്തനായിരുന്നു. ഭക്തന്മാരെ ദൈവം പരീക്ഷയിൽ നിന്ന് വിടുവിക്കും. ഭക്തന്മാരെ ദൈവം സൂക്ഷിക്കും. ഭക്തന്മാരുടെ ജീവിതത്തിൽ പരീക്ഷകൾ വന്നാലും ദൈവം അവരെ വിടുവിക്കും. എന്നാൽ ഭക്തി കെട്ടവരെ ദൈവം ന്യായം വിധിക്കും. സാത്താൻ യഹോവയോട് ചോദിച്ചു, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്തും ഏറ്റവും പെരുകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ഭക്തിയിൽ നമുക്ക് സംരക്ഷണമുണ്ട്, അനുഗ്രഹമുണ്ട്, വർധനമുണ്ട്. എന്നാൽ അനുഗ്രഹം കിട്ടിയത് കൊണ്ടല്ല ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്. സമ്പത്തും വർധനവുമൊക്കെ ജീവിതത്തിൽ വന്നതുകൊണ്ടല്ല ഇയ്യോബ് ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇയ്യോബ് ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഭക്തിയുടെ അളവുകോൽ മെറ്റീരിയലായിട്ടുള്ള ഒന്നുമല്ല. സാത്താൻ യഹോവയോട് പറഞ്ഞു, തൃക്കൈ നീട്ടി നീ അവനുള്ളതൊക്കെ ഒന്ന് തൊട്ടു നോക്ക്. അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ തിരിച്ചു പറയും. പിശാചനൊരു പ്രതീക്ഷയുണ്ട്. അവനുള്ളതിനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ദൈവത്തെ ത്യജിച്ചു പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു പ്രതീക്ഷ പിശാചിന് നിങ്ങളുടെ മേലുണ്ടോ? നിങ്ങളുടെ നന്മകളൊക്കെ തിരിച്ചെടുത്താൽ ഭക്തി ഇട്ടിട്ട് പോകുമെന്ന് അവൻ ചിന്തിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഹബക്കൂക്ക് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നന്മകളൊന്നും ഉണ്ടായില്ലേലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഇയ്യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രതീക്ഷ അവൻ ഭക്തി മുറുകെ പിടിക്കുമെന്ന് തന്നെയാണ്. കാരണം അവൻ്റെ ഭക്തിയുടെ അളവുകോൽ ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളൊന്നുമല്ല. അതിലും ആഴമായ ദൃഢമായ ഒരു ബന്ധത്തിലാണ് ഇയ്യോബ് ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് തന്നത് തൻ്റെ ചങ്കിലെ ചോരയാണ്. ജീവൻ കൊടുത്തിട്ടാണ് ജീവൻ തന്നത്. ഈ ഭൂമിയിൽ മറ്റു പല അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അവൻ ചോര നൽകിയതിനേക്കാളും സ്വന്തം പ്രാണനെ വെച്ചു കൊടുത്തതിനേക്കാളും വലുതായി എന്താണുള്ളത്? അതുകൊണ്ട് ഇന്ന് പകൽ ബന്ധം പരിശോധിക്കുക, ഭക്തി മുറുകെ പിടിക്കുക. ഭക്തനെ ദൈവം പരീക്ഷയിൽ നിന്ന് വിടുവിക്കും.
ദുർദിവസങ്ങൾ മുൻപിൽ വരുന്നുണ്ട്. വൻമഴ പെയ്യും, നദികൾ പൊങ്ങും, കാറ്റടിക്കും. പാറമേലാഴക്കുഴച്ച് വീട് പണിത മനുഷ്യൻ്റെ മേലും മണ്ണിന്മേൽ വീട് പണിത മനുഷ്യൻ്റെ മേൽ അടിക്കും. എന്നാൽ ഭക്തന് വിടുതലുണ്ട്. ഭക്തി കെട്ടവർക്ക് ന്യായവിധിയുമുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.